ഹായ് ഗായ്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് തയ്യാറാക്കുന്ന വീഡിയോസാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടുക്കളയിൽ വന്നിട്ട് ചോറൊക്കെ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്യാസ് അടുപ്പ് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഗൈസ്. മീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ എന്ത് കറികൾ ഉണ്ടാക്കും എന്നുള്ള ടെൻഷനായിരുന്നു. മീൻ കറിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കൂടെ തോരനോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അങ്ങ് കറി ആയിക്കോളും. പക്ഷേ മീൻ കറി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് 2-3 കൂട്ടം കറി വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സവാളയും തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് തീയലും വെക്കാമെന്ന്. അതിന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു മത്തൻ്റെ പീസും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും താളിച്ച് തീ അരിഞ്ഞു വെച്ചതിനെ നല്ലപോലെ വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. തീയൽ വെക്കുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്, എല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. പക്ഷെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നല്ല മീൻ കറിയൊക്കെ ഇല്ലെങ്കിലും തീയലൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനെ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റുന്നുണ്ട് ഗൈസ്. വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് തടച്ച് വെക്കണം, കാരണം ഒന്ന് ചെറിയ തീയിലിരുന്ന് വേവണം. വെന്തതിന് ശേഷമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിനെ അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിനെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ അരച്ച് വെക്കുന്ന തീയലല്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ഞാൻ നല്ലപോലെ വറക്കുന്നുണ്ട്. ഒരു ചുമന്ന നിറമാകുന്നിടം വരെ നല്ലപോലെ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് പൊടികൾ ചേർക്കാറ്. അപ്പോൾ നല്ലപോലെ ചുമന്ന നിറമായിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഉണക്കമീനാണ് ഗൈസ്. കഴിഞ്ഞ ദിവസം അമ്മ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൽ 2 ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി 4 അപ്പോൾ അതിനെ നമുക്കൊന്ന് വറക്കണം. പിന്നെ എനിക്ക് പപ്പടവും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പപ്പടവും ഉണക്കമീനും തീയലുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ പപ്പടം വറുത്ത് മാറ്റിയതിന് ശേഷം ഉണക്കമീൻ കഴുകി വെട്ടി വൃത്തിയാക്കി വറക്കാമെന്ന് വിചാരിച്ചു. വേണ്ട ഉണക്കമീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന പച്ചമുളകാണ്. ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാറില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുമ്പോൾ അത് വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ തീയലിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരപ്പും ചേർത്ത് ഞാൻ അതിനെ റെഡിയാക്കി വെക്കുന്നുണ്ടേ. അപ്പോൾ തീയൽ നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പിലയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയുണ്ട്. അത് ഇച്ചിരി ഉണങ്ങി നിൽക്കുകയാണ്. എന്നാലും അവിടെ ഇവിടെയായിട്ടൊക്കെ ഇച്ചിരി ഇലയുണ്ട്. ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കറിവേപ്പില ഇല്ലാത്ത കറികളില്ലല്ലോ. അങ്ങനെ ഞാൻ കറിവേപ്പിലയൊക്കെ ഒടിച്ച് എടുക്കുന്നുണ്ട് ഗൈസ്. കറിവേപ്പില കറിക്കകത്ത് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉണക്കമീനകത്തൂടെ എനിക്ക് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണം ഭയങ്കര ഹൈലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉണക്കമീനകത്തും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തീയൽ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ചൂട് ചോറും അതിലേക്ക് ചൂട് തീയലും പിന്നെ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മുളകിട്ട് വെച്ച ഉണക്കമീൻ വറുത്തതും പിന്നെ പപ്പടവും പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഇട്ട് വച്ചിരുന്ന മാങ്ങ ഇല്ലേ, ഉണക്കക്കണ്ണി മാങ്ങ അച്ചാറും. അപ്പോൾ ഇന്നത്തെ ഊണ് ഇതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.